കർത്താവ് നമ്മെ ധന്യമായി ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us ഈ today. ഒക്ടോബർ മാസം 11-ാം തീയതി ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ ഒക്ലഹോമ എബ്രോൺ ചർച്ചിന്റെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും ബഹുമാനവും അറിയിക്കുന്നു. I greet everyone that is taking part in this worship service on this day in October of 2020. നമ്മുടെ കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ലെന്ന് ഒരു പ്രാവശ്യം കൂടി ആത്മാവിൽ പാടി സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. We just sang in the spirit that there is nothing impossible for our God. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ തിരുവചന ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നാം വായിക്കുന്നു. For today's meditation, let us turn to the book of Exodus chapter 17 verse 15. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. And Moses built an altar and called the name of it, the Lord is my banner. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് യഹോവ നിസി എന്ന വചന ശുശ്രൂഷയുടെ ഒന്നാം ഭാഗമാണ്. Today we will be thinking about Jehovah Nissi, the part 1 of that sermon. യഹോവ നിസി, യഹോവ എൻ്റെ കൊടി. Jehovah Nissi, the Lord is my banner. ഇവിടെ അല്ലേ കൊടി ബാനർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജയത്തിന്റെ, ആഘോഷത്തിന്റെ, അധികാരത്തിന്റെ അടയാളമാണ്. What is meant by banner here is the songs of victory, the songs of dominion and power. ഒരു ദൈവ പൈതലിന്റെ ജീവിതം ആഘോഷപൂരിതമാണ്. ദൈവ പൈതലിന്റെ ജീവിതം അല്ലെങ്കിൽ അധികാരമുള്ളതാണ്. ദൈവ പൈതലിന്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന്റെ, അനുഭവത്തിന്റെ, ഉയർച്ചകളുടെ അല്ലെങ്കിൽ അവകാശങ്ങളുണ്ട്. A child of God has a blessed life and he has the authority to receive such things. നാം കടന്നു പോകുന്ന വൈഷമ്യ ഘട്ടങ്ങളും നമ്മുടെ പ്രതിസന്ധികൾ എന്താണെങ്കിലും അതല്ല ലോകം നമ്മിൽ നിന്ന് കാണേണ്ടത്. Oh, even though we're going through the midst of trials and tribulation, the world should not see that in us. നമുക്ക് ഉയർത്തി കാണിക്കുവാൻ ചില കൊടികൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. The Lord has given us some banners that we can lift up in front of the world. ചില കൊടികൾ പറഞ്ഞിട്ട് നാം ഈ വചന ധ്യാനം മുമ്പോട്ട് തുടരുന്നു. I will talk about some of the banners and then continue on with this portion. മറ്റുള്ളവർ കാണേണ്ടതിന് ദൈവം നമ്മെ ഉയർത്തിയിരിക്കുന്ന കൊടികൾ, അടയാളങ്ങൾ. Oh, the Lord has lifted up some things in our lives that other people can see. ഒന്നാമത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവകാശത്തിന്റെ, അനുഗ്രഹത്തിന്റെ, അധികാരത്തിന്റെ ചിഹ്നമായ ഈ ഫ്ലാഗ്, കൊടി എന്ന് പറയുന്നത് സങ്കീർത്തനം 60-ന്റെ 4-ാം വാക്യമാണ്. The first banner we see is in Psalms 60 verse 4. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് തന്റെ ഭക്തന്മാർക്ക് യഹോവ ഒരു കൊടി നൽകിയിരിക്കുന്നു. Oh, the Lord has set up a banner for those who fear you, and they will flee from it, from that, and take courage. ഒന്നാമത്തെ ബാനർ, കൊടി എന്ന് പറയുന്നത് സത്യമാണ്. The first banner is truth. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ട സത്യം, നാം അറിഞ്ഞ സത്യം? What is the truth that we need to lift up as a banner in our life? ഒന്നാമത്തെ സത്യം യേശു ക്രിസ്തു എന്ന സത്യമാണ്. The first truth is Jesus is the truth. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു. In John chapter 1 verse 9 we read, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. that the true light that gives light to everyone is coming to the world. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് യോഹന്നാൻ പറയുകയാണ്, യേശു ലോകത്തെ, മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ്. John is giving his revelation about Jesus, that he is the true light that gives light to everyone in the world. യേശു തന്നെത്താൻ തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി. യോഹന്നാൻ 14-ന്റെ 6-ാം വാക്യം. In John 14:16, Jesus himself introduces himself. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. He says, I am the way, the truth and the life. നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തി കാണിക്കേണ്ട ഒന്നാമത്തെ സത്യം, നാം വിശ്വസിക്കുന്ന, നാം അംഗീകരിക്കുന്ന, നമ്മെ വീണ്ടെടുത്ത യേശു എന്ന സത്യത്തെയാണ്. The first banner we need to show forth in our life is that there is the banner of truth, which is Jesus himself. പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നമുക്ക് പുത്രത്വം നൽകി, അവകാശം നൽകി, സ്വർഗ്ഗസ്ഥലത്ത് നമ്മെ ഇരുത്തി തനിക്ക് കൂട്ടവകാശികളാക്കി നമ്മെ മാറ്റിയ നമ്മുടെ രക്ഷകനായ യേശു എന്ന സത്യം. The truth about the Lord Jesus, that when we were mired in sin and we were sinking in sin, he had lifted us up and put us on a rock and given us salvation, and that is the Jesus that we need to lift up. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഈ സത്യം, ഞാൻ എന്ന സത്യം, പുത്രൻ എന്ന സത്യം നിങ്ങൾ അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. So he says, if you know the truth shall set you free. രണ്ടാമത് നാം അറിയേണ്ട സത്യം സത്യവചനമാണ്. The second is that there is a true word.
സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത മാറ്റങ്ങളില്ലാത്ത ദൈവത്തിന്റെ വചനം. The word of God that is settled forever in heaven, that does not change one bit. യോഹന്നാൻ 17:17 യേശു തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. In the high priestly prayer, John 17:17, the Lord said, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനം സത്യമാകുന്നു. sanctify them in the truth, your word is truth. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം സത്യവചനത്തെ നാം ഉയർത്തിപ്പിടിക്കണം. We need to lift up as a banner the word of God, which is the truth that never ഈ changes. പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് വചനം പറയുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആപ്തവാക്യമുണ്ട്. There is an appropriate word that we use when we speak the gospel. 2 തിമോഥെയോസ് 2 അധ്യായം അതിന്റെ 15 വാക്യമാണ്. It is in 2 Timothy 2 verse 15. ദൈവവചനം കൈകാര്യം ചെയ്യുന്ന ശുശ്രൂഷിക്കുന്ന ഹല്ലേലൂയ ആരും ഉപയോഗിക്കേണ്ട ആപ്തവാക്യം. This is an appropriate word for anyone who preaches the word of ഇത് God. കഥ പറയാനുള്ള സ്ഥലമല്ല പുൽപ്പിറ്റ്. This is not a place to tell stories. ഇത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന സ്ഥലമല്ല. This is not a place to make other people hurt. ഇത് മറ്റുള്ളവരെ ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷിപ്പിക്കുന്ന സ്ഥലമല്ല. This is not a place to make other people happy. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു, Apostle Paul is telling to Timothy, വചനം പ്രസംഗിക്കണമെങ്കിൽ എന്ത് വചനം പ്രസംഗിക്കണം? if you are to preach the word, what are you to preach? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ഉത്സാഹിക്കണം. Do your best to present yourself to God as one approved, one that is preaching the gospel, the word of God unashamed, rightly handling the word of truth. അതുകൊണ്ടാണ് ഈ വചനം മുറിവേൽപ്പിക്കുന്നതും അതേ സമയത്ത് മുറിവ് കെട്ടുന്നതുമായ വചനമായി മാറിയത്. That is why the word of God is able to cut us and also bind us up. അതുകൊണ്ട് നാം സത്യവചനമാകുന്ന കൊടിയെ ഉയർത്തണം, അത് ജീവിതത്തിൽ പ്രമാണിക്കണം. So we need to lift up the banner, which is truth, which is the word of God. മൂന്നാമത്തെ സത്യം സത്യത്തിന്റെ ആത്മാവാണ്. The third truth is the spirit, which is truth. യോഹന്നാൻ 16:13 നാം ഇങ്ങനെ വായിക്കുന്നു. In John 16:13 we read, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. when the spirit of truth comes, he will guide you into all things of truth. ജീവിതത്തിലെ തെറ്റും ശരിയും നമുക്ക് ബോധ്യം വരുത്തുന്ന സത്യത്തിന്റെ ആത്മാവ്. Oh, when the spirit of truth will let us know what is right and wrong in our life. ആ ആത്മാവിന് വിധേയപ്പെട്ട് വഴിപ്പെട്ട് നാം ജീവിക്കുമ്പോഴാണ് ലോകം അറിയുന്നത് നാം സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണെന്ന്. When we submit ourselves to that spirit, that is when the world knows that we are people that are lifting up the banner of അപ്പോൾ truth. നാം ഉയർത്തേണ്ട ഒന്നാമത്തെ കൊടി സത്യം എന്ന കൊടിയാണ്. So the first banner we ought to raise is the banner of truth. നമ്മുടെ ജീവിതത്തിൽ നാം രണ്ടാമത് ഉയർത്തേണ്ട കൊടി The second banner we ought to raise 20 സങ്കീർത്തനം അതിന്റെ 5 വാക്യം. is in Psalms 20 verse 5. ഞങ്ങൾ നിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. May we shout for joy over your salvation in the name of God. Set up our banners. ഈ ബാനർ, ഈ കൊടി എന്താണ്? What is this banner? ദൈവത്തിങ്കലുള്ള പറഞ്ഞു തീരാത്ത സന്തോഷമാണ്. It is the banner of joy that is in the presence of God. സാഹചര്യങ്ങളുടെ വ്യത്യാസമില്ലാതെ, ജീവിത നിലവാരത്തിന്റെ അളവുകോൽ വ്യത്യാസമില്ലാതെ സകല സമയത്തും ഒരുപോലെ ദൈവത്തിൽ സന്തോഷിക്കുന്നതാ ഒരു ദൈവ പൈതലിന്റെ അഭിമാനത്തിന്റെ കൊടി. Oh, not depending on the circumstances, whether things are going well or bad for you, you have this banner of joy that a child of God can lift up. അപ്പോസ്തലപ്രവൃത്തി 5 അധ്യായം നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. We are studying from the book of Acts chapter 5. വരും ദിവസങ്ങളിൽ അടുത്ത വാക്യങ്ങൾ നാം വായിക്കും. അപ്പോസ്തലപ്രവൃത്തി 5:41 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. In 5 verse 41 in the next few days, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അഭിമാനം എന്ന് പറഞ്ഞ് അവർ സന്തോഷിച്ചു കൊണ്ടുപോകുന്നു. we see that they were happy or joyous to suffer ridicule for the name of the Lord. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമാണ് ഒരു നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടാകേണ്ടത്. In the home of a righteous man is the sounds of joy and praise. അതിന്റെ അർത്ഥം വീട്ടിൽ ദുഃഖമില്ലെന്നല്ല. That does not mean that there is no sorrow. ഒരു പിടി മരുന്നുകൾ വാരി കയ്യിൽ വെച്ച് ദിവസവും കഴിക്കുന്നവരായിരിക്കാം. You might be holding on to your pills and taking them daily. നിങ്ങൾക്ക് വിരോധമായി നൂറുകണക്കിന് മെഡിക്കൽ റിപ്പോർട്ടുകൾ നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടായേക്കാം. You might have medical reports that stand against you. നാളെ എന്താണെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ കൂമ്പാരങ്ങൾ തലയ്ക്കകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കാം. You might be thinking about all the things that are against you tomorrow. നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും അവരുടെ ജീവിതത്തിൽ കണ്ടെന്ന് വരത്തില്ല. You might not have the things you desired in this life. പക്ഷേ അവർ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും കേട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, അത് ദൈവത്തിലുള്ള സന്തോഷമാണ്. But when you hear them pray and sing to the Lord, they know that there is the joy of the Lord in them. അത് ഞങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു
എടുത്തു കഴിയുവാൻ കഴിയാത്ത ഒരു സന്തോഷം. Oh, no one can take this joy from us. അതാണ് ഇത് ദൈവത്തെങ്കിലുള്ള സന്തോഷം, ഞങ്ങളുടെ കൊടി എന്ന് പറയുന്നത്. That is the joy we receive from the Lord, the banner of joy. ഭക്തന്റെ മൂന്നാമത്തെ കൊടി എന്ന് പറയുന്നത് The third banner of a saint of God. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. In Songs of Solomon chapter 2 verse 4. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു. We read there. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു, എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. He brought me to the banqueting house and his banner over me was love. നമ്മുടെ ജീവിതത്തിലെ മൂന്നാമത് ഉയർന്നു നിൽക്കുന്ന പാറിക്കളിക്കുന്ന കൊടി എന്ന് പറയുന്നത് The third flag or banner we need to fly over our lives. ഉപാധികളില്ലാതെ നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹം എന്ന കൊടി. Oh, is the banner of the love of God that loved us without any excuses. ലോകം കാണട്ടെ നമ്മിൽ വ്യാപരിക്കുന്നത് ദൈവ സ്നേഹമാണെന്ന്. Oh, let the world see that what is inside of us is God's love. മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കത്തക്കവണ്ണം വാക്കിലും നടപ്പിലും നിർമ്മലതയിലും സ്നേഹത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹം നമ്മിൽ തികഞ്ഞു വരട്ടെ. Oh, let that love overflow out of us, that in our walking, in our dealings with others, this love overflows into their lives. അതേ പ്രിയരെ, ലോകം അറിയേണ്ടത്, ലോകം കാണേണ്ടത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, വചനത്തിലുള്ള ആശ്രയത്താൽ, ആത്മാവിലുള്ള നടത്തിപ്പിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ദൈവസ്നേഹത്തിന്റെ കൊടി ലോകം അറിയട്ടെ. Let the world see these three banners in our life, the banner of truth, the banner of joy, and the banner of love exuding out of us. അതാണ് വിജയകരമായ ക്രിസ്ത്യ ജീവിതം, ആഘോഷപൂർണമായ ക്രിസ്ത്യ ജീവിതം. This is a victorious, joyous Christian life. അതാണ് നാം പാടിയത്, ക്രിസ്ത്യ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. That is why we sang that the Christian life is such a pleasant life. Those who trust in the Lord will be full of joy. അതുകൊണ്ട് നാം കൈയടിച്ച് ആത്മാവിൽ തുള്ളി നൃത്തം ചെയ്തു പറയുന്നു, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും യേശു ഞങ്ങളുടെ കൂട്ടാളിയാണ്. Oh, then we say that even if we have losses, even if we have defeat, the Lord is our Savior. അത്തിപിടിച്ച ഇരുട്ട് അന്ധകാരം ചുറ്റും വ്യാപരിക്കുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, Oh, when darkness is all around us and when the kings are against us, ഹരിച്ചു കളയുന്ന അഗ്നികുണ്ഡത്തിലും അല്ലല്ലിയ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സിംഹത്തിന്റെ കുഴിയിലും ഞങ്ങൾ ജയത്തിന്റെ കൊടി ഉയർത്തും. in the fiery furnace and in the lion's Hallelujah. den, we will lift up a banner. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് യഹോവ നിസി, യഹോവ എന്റെ കൊടി. So this morning we're thinking about Jehovah Nissi, the banner of the Lord. നമ്മുടെ വചനധ്യാനത്തിന്റെ വേദഭാഗം അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. Oh, we're going to come back to Exodus chapter 17 verse 8 onwards. രഫിദീം എന്ന സ്ഥലത്ത് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പ്രയാണത്തിൽ പാളയമിറങ്ങിയ ഒരു സംഭവം. The people of Israel, as they were in their wilderness, came to a place called Rephidim. ഇസ്രായേൽ മക്കൾക്ക് നേരെ അമാലേക്കർ യുദ്ധത്തിനായി പടയൊരുക്കി കടന്നു വരുന്നു. The people of Amalek had come to battle against the Israelites in their journey. ഇസ്രായേൽ മക്കൾ വളരെ ആവേശത്തിലാണ്. So now the people of Israel are in a difficulty. കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട പുളിപ്പില്ലാത്ത അപ്പമൊക്കെ കഴിച്ച് രക്തമൊക്കെ പുരട്ടി ആഘോഷത്തോടെ ജയത്തോടെ നടന്നു വരുന്ന ജനം. The people that were in joy in their exodus out of Egypt after having the Passover lamb and having victory. മിസ്രയീമിന്റെ കെട്ടുപൊട്ടിയതിന്റെ സന്തോഷം, ഇഷ്ടികച്ചൂളയുടെ ചെളി പുരണ്ട വസ്ത്രം അഴിച്ചു മാറ്റിയതിന്റെ വീണ്ടെടുപ്പിന്റെ സന്തോഷം. Oh, they are full of joy because they're no longer slaves and they are having the victory that they are no longer in bondage. പാട്ടും കൊട്ടും തപ്പും താളവും നൃത്തവുമായി പ്രത്യാശയോടെ വരികയാണ്. Oh, so with great hope they're coming forward in their land as they're going to their promised അവരുടെ land. മനസ്സിൽ തിങ്ങി തിളങ്ങി നിൽക്കുന്ന ഒരു സ്വപ്നമുണ്ട്. They have a dream that is bubbling out of them. കനാൻ പാലും തേനും ഒഴുകുന്ന സമ്പൽ സമൃദ്ധമായ രാജ്യം. Oh, they are dreaming of Canaan, the land flowing with milk and honey. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും മാതള നാരകവും ഒക്കെ ഫലപുഷ്ടമായ ഒരു ദേശം. It is a land that is fruitful with all kinds of fruit, figs and grapes and everything. വെട്ടാത്ത കിണറും നട്ടുണ്ടാക്കാത്ത തോട്ടവും പണിയാത്ത വീടും സ്വപ്നം കാണുന്ന പച്ചപ്പുൽ ദേശം. Oh, it is a beautiful place with green lawns and beautiful homes, a promised land for the children of God. അത് ഹൃദയത്തിൽ സ്വപ്നമായി ആദരത്തിലെ ആവേശമായി അവർ നടന്നു വരുന്നു. So it is the dream in their hearts and they're full of hope as they're going forward. 6 ലക്ഷം കുടുംബത്തിനും ഈ ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉള്ളൂ. 6 lakhs of people had this dream. അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ യുദ്ധം, ആദ്യത്തെ അനുഭവമാണ് രഫദീമിലെ യുദ്ധം. But the first battle they had to face in the wilderness is in Rephidim. ഇത് ആദ്യത്തെ യുദ്ധമാണെന്ന് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ആഘോഷിക്കേണ്ട, വരും ദിവസങ്ങളിൽ അഭിമുഖീകരിക്കുവാനുള്ള
നൂറുകണക്കിന് യുദ്ധങ്ങളെ ജയിക്കാനുള്ള ദൈവത്തിന്റെ പരിശീലന കളരിയാണ്. Oh, this is also the place where the Lord prepares you in the first journey to get ready for hundreds of journeys and battles that you have to face in your wilderness. ദൈവം നമ്മെ ഓരോവിധ ശോധനയിൽ കൂടെ കടത്തിവിടുമ്പോൾ നാം ഒരു കാര്യം തിരിച്ചറിയണം. Oh, when the Lord sends us through different trials and pains, we have to understand ദൈവം നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. the Lord is teaching us a lesson. നാം ഇതിൽ നിന്ന് എന്ത് പാഠം പഠിക്കുന്നുവെന്നുള്ളതാണ് സത്യം. What is the truth is, what lesson are we learning from this? നാം തുടർമാനമായി കേൾക്കുന്നു. കഴിഞ്ഞ 9 മാസമായി നാമും പാഠങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. The last 9 months we have also been going through these lessons. ലോകം മുഴുവൻ COVID-19 എന്ന മാരക വിപത്തിന്റെ പിടിയിലായിരിക്കുമ്പോൾ All of the world is under this pandemic of COVID-19. ദൈവം നമ്മെ ചിലത് പരിശീലിപ്പിക്കുക. The Lord is preparing us for some battles. കണ്ടതൊക്കെ വെറും ചെറുതാ, ഇതിലും വലുത് വരാനിരിക്കുന്നുണ്ട്. Oh, this is just a small thing. There is greater things coming. അന്ന് നിങ്ങൾ പകച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. The Lord is teaching us a lesson so that we do not falter when bigger things I come. believe that these are the schools of suffering and college of chastisement. Oh, this is the school of suffering and the college of chastisement. ഇവിടെ നിന്ന് നാം പഠിച്ചു പാസ്സായി ഇറങ്ങിയാൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് പിടിച്ചു നിൽക്കാം. If we can pass this course, we can stand against any issue that comes our way. എന്റെ മാന്യ സ്നേഹിതരോട് ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ 9 മാസമായി നാം എന്ത് പഠിച്ചു? Oh, let me ask you, children of God, the last 9 months, what did you learn in this college? ആത്മീക സ്വാതന്ത്ര്യവും ആരാധന സ്വാതന്ത്ര്യവും നിഷേധിപ്പിക്കപ്പെടുന്ന ദിവസങ്ങൾ വന്നാലും ഞങ്ങളുടെ ആരാധന തടസ്സപ്പെടുകയില്ല. Oh, even if there are days coming where we cannot worship and the freedom is gone, our worship will not end. സകല ആലയങ്ങളും അടച്ചുപൂട്ടിയാലും ഞങ്ങളുടെ ആരാധന നിൽക്കുകയില്ലെന്ന് ഞങ്ങൾ പഠിച്ചു. Oh, we learned that even if our churches are closed, that our worship does not stop. പ്രാർത്ഥിക്കുവാൻ ഇടം വലം ആൾക്കാരുടെ സ്വാധീന വലയമില്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പഠിച്ചു. Oh, even if we don't have fellow brothers supporting us left and right, we will continue to pray in isolation. പുൽപിറ്റുകളുടെ തിളക്കമുള്ള ശുശ്രൂഷ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും അകം കൊണ്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാമെന്ന് ഞങ്ങൾക്ക് പഠിക്കാനിടയായി. Oh, we were able to learn that even though we cannot see the pulpit ministry, that inside of us the Lord was lifting us up and helping us grow. വീണ്ടും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. We learned so many things the last 9 months. ജോലി കഴിഞ്ഞാലും വീട്ടിൽ വരാത്തവർ, കോളേജ് കഴിഞ്ഞാലും കറങ്ങി നടന്നവർക്ക് വീട് നല്ലതാണെന്ന് പഠിച്ചില്ലേ? Oh, we learned that people that used to just hang out and never come home are enjoying life at home. അടുക്കളയിലെ ഭക്ഷണത്തിന്റെ രുചിയൊക്കെ നമ്മൾ പഠിച്ച ദിവസങ്ങളാണ്. Oh, we have learned about the sweet, tasty savor of home cooked food. വീടിനകത്തെയുള്ള ആത്മീയ സന്തോഷം, കൂട്ടായ്മ, കുടുംബ പ്രാർത്ഥന, അതിന്റെ മഹാത്മ്യം എന്താണെന്ന് കഴിഞ്ഞ 9 മാസം പഠിക്കുവാനിടയായി The തീർന്നു. Lord has taught us the last 9 months what is the joy of family life, family prayer, and hanging out with family. കൂട്ടു സഹോദരങ്ങളുടെ കൂട്ടു സഹോദരിമാരുടെ വില എന്താണെന്ന് നാം അറിഞ്ഞില്ലേ? Oh, we understood the importance of having fellow brothers and sisters. പ്രസംഗത്തിനും പാട്ടിനും ഒക്കെ റേറ്റ് പറഞ്ഞാൽ ഡിമാൻഡ് കൂട്ടിയവരൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുക. The people who were putting a rate on preaching and appointments are now sitting home. ഹല്ലേലൂയ. ദൈവം ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങളാണ്. The Lord is teaching us these things. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം തുടങ്ങുന്നത് ഇസ്രായേൽ മക്കളുടെ യാത്രയാണ്. In Israel, the Israelite people are starting their journey in 17 of Exodus. യഹോവയുടെ കൽപ്പന പ്രകാരം, ആലോചന പ്രകാരം അവർ റെഫീദീമിലെത്തി. It was by the anointing of the Lord, His word, that they are in Rephidim. ഇവിടെ ഒരു പ്രതിസന്ധിയിലേക്ക് സഭ വന്നു ചേർന്നു. Now the church is going through a difficult time. 600,000 കുടുംബങ്ങൾക്ക് കുടിപ്പാൻ വെള്ളമില്ല. 600,000 people don't have water to drink. നാവ് ദാഹം കൊണ്ട് വരടുമ്പോൾ ജനം വിലപിക്കാൻ തുടങ്ങി. Oh, when their mouth is thirsty, the people are crying out. 30 ലക്ഷം ജനത്തിനും കുറ്റം കണ്ടുപിടിക്കുവാൻ, പരാതി പറയുവാൻ, അല്ലെങ്കിൽ ഉള്ളിൽ നിർത്തുവാൻ ഒരു പ്രതിസ്ഥാനത്ത് ഒരാളുണ്ട്. But there was a leader for them that they could always quarrel and complain to. അത് ദൈവത്തിന്റെ പുരുഷനായ മോശ. It was the man of God, Moses. പ്രിയരെ, സത്യത്തിൽ മോശ എന്ത് കുറ്റം ചെയ്തു? Oh, what did Moses do wrong truly? ദൈവത്തിന്റെ ആലോചന പ്രകാരം ജനത്തെ മിസ്രൈമിൽ നിന്ന്, ഫറവോന്റെ കെട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആ ഒരു ഒറ്റ കുറ്റമേ മോശ ചെയ്തിട്ടുള്ളൂ. The only thing Moses did wrong was obey God and His calling and take the people out of their slavery and into their free land. 40 വർഷത്തെ മരുഭൂ യാത്രയിൽ
ഇസ്രായേൽ മക്കൾക്ക് എന്ത് കുറ്റവും ആരോപിക്കുവാൻ മോശ എന്നൊരാളുണ്ട്. But in their wilderness journey of 40 years, whenever they went through any problem, they would always point their finger at Moses. ഇത് അന്ന് മാത്രമല്ല, ഇന്നും എല്ലായിടത്തും ഉണ്ട്. It is not just then, it is happening now as well. വീട്ടിലാണേലും സഭയിലാണേലും സംഘടനയിലാണേലും സമൂഹത്താണേലും ദേശത്താണേലും കുറ്റമെല്ലാം ലീഡർഷിപ്പിന്റെ മേളിൽ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. We have a tendency that if it is in the home or if it is in the community or churches or organizations to point the finger at the leadership. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുമായി പറയും നിങ്ങളുടെ കുറ്റം കൊണ്ടാന്ന് പറയും. Oh, the children will say, parents, it's your fault. ഭാര്യ ഭർത്താവിന്റെ കുറ്റം പറയും. The wife will say, husband, it's your fault. ഭർത്താവ് ഭാര്യയുടെ കുറ്റം പറയും. A husband will say, wife, it's your fault. രണ്ടുപേരോട് ചേർന്ന് ദൈവത്തിന്റെ കുറ്റം പറയും. And together they will say, God, it's your fault. സഭയിലും വ്യത്യാസമൊന്നുമല്ല. It is no different in the church. വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവസാനം ലീഡർഷിപ്പിനാണ് കുറ്റം. Oh, they will say whatever against the leadership. എന്തെല്ലാം ചെയ്തിട്ട് പാസ്റ്റർക്കും കൂടെയുള്ളവർക്കുമാണ് കുറ്റം. Pastor and everyone in leadership is at fault. പക്ഷേ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാന്യ ദൈവദാസിദാസന്മാരെ, But children of God listening to me, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മാതാപിതാക്കൾക്കോ പാസ്റ്റർക്കോ സഭയിലുള്ളവർക്കോ നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ്, before you point the finger at the people that are in leadership in your home, in the church or in your ഒരു community, കാര്യം ഓർത്തെങ്കിൽ കൊള്ളാമായിരുന്നു. it would have been good for you to remember one thing. അവർ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ കൂടെ നിന്നത്, Oh, they stood with you in the midst of your trials. നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ദിനങ്ങൾ, Oh, the days that they spent tears and cried for you. നിങ്ങളുടെ വേദനയിൽ നിങ്ങളുടെ ആശ്വാസത്തിൽ നിങ്ങൾക്ക് കൂട്ടാളിയായിരുന്നത്, Oh, during your time of pain, they were there as a good friend. രാപ്പകൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്, Oh, they worked for you day and night. നിങ്ങൾക്ക് വേണ്ട കൈത്താങ്ങൽ തന്നത്, They supported you in every way. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് മറക്കുന്നത് മാനുഷികമാണെങ്കിലും, Oh, even though it is human tendency to forget that overnight, സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നീതിയല്ല എന്ന് ഓർത്താൽ കൊള്ളാമായിരുന്നു. it was good to remember that it is not justice in the holy courts. ഇസ്രായേൽ മക്കളെല്ലാം പെട്ടെന്ന് മറക്കുകയാണ്. Here the people of Israel is forgetting everything. പുറപ്പാട് 17:2 നാം ഇങ്ങനെ വായിക്കുന്നു, We see in verse 2 like this. വെള്ളം കിട്ടാതെ വന്നപ്പോൾ ജനം കലഹിക്കാൻ തുടങ്ങി. Oh, the people quarreled with Moses saying, give us water to drink. അവർ പിറുപിറുക്കാൻ തുടങ്ങി. They started to murmur. ഓർത്ത് നോക്കണം ഒരു കാര്യം, Remember one thing. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ചെങ്കടലിന്റെ തീരത്ത് പകച്ചു നിന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട ഈ ജനം, The same people that did not know what to do in front of the Red Sea and the Lord provided. ദൈവം അത്ഭുതകരമായ വഴി ഉണങ്ങിയ നീലം ചെങ്കടലിൽ തുറന്നപ്പോൾ പാടി ആടി നൃത്തം ചെയ്ത് തുള്ളി സ്തുതിച്ച നാവുകളാ ഇപ്പൊ കലഹം The ഉണ്ടാക്കുന്നത്. same lips that were shouting and jumping up and down and rejoicing as the Lord prepared a way in the Red Sea. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ മോശ പഠിപ്പിച്ച വിജയഗാനം പാടി ആരാധിച്ചവരാ ഈ ആദരം കൊണ്ട് ദൈവത്തോട് കലഹിക്കുന്നത്. The same people who sang the songs of victory that Moses taught them is now murmuring and quarreling. മാറായിലെ വെള്ളത്തിന്റെ മുമ്പിൽ പകച്ചു നിന്നവർക്ക് വേണ്ടി അത്ഭുതത്തിന്റെ കരസ്പർശനത്താൽ മാറായ മധുരമാക്കിയപ്പോൾ പ്രമാണം ഉയർത്തിപ്പിടിച്ച് ആരാധിച്ചവരാ ഇപ്പോൾ കലഹിക്കുന്നത്. The same people who lifted up the law and worshipped when the Lord turned the bitterness of Mara water into sweetness. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ In Exodus 16, വിശന്നു പൊരിഞ്ഞ ജനം കരഞ്ഞപ്പോൾ മഞ്ഞു പെയ്യുന്ന പോലെ മന്ന പൊഴിയിച്ച ഹല്ലേലൂയ അത് ഭക്ഷിച്ച് അനുഭവിച്ചവരാ ഇപ്പോൾ ആദരമുയർത്തി കലഹിക്കുന്നത്. when they were hungry, the Lord put down dew as manna daily for them. കാടപ്പക്ഷിയെ ഹല്ലേലൂയ പൊടി വിതറുന്ന പോലെ തങ്ങളുടെ മുമ്പിൽ കൊടുത്ത ദൈവത്തോടാ ഇപ്പോൾ ആദരം കൊണ്ട് കലഹിക്കുന്നത്. The Lord who provided them quail and meat in the desert is the one that they are quarreling against. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, But one thing is for sure. സകല കലഹത്തിന്റെയും പരാതിയുടെയും അടിസ്ഥാനം എന്താണ്? What is the foundation of every quarreling or murmuring? ദൈവം ചെയ്ത നന്മകളെ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെ മറക്കുമ്പോഴാണ് കലഹമുണ്ടാകുന്നത്. Oh, when you start to forget the blessings that people did for you, that is when you start to quarrel. എന്തുകൊണ്ടാണ് കുടുംബകലഹത്തിന്റെ കാര്യം? What is the reason that there is quarreling in families? സഭയിൽ ആത്മീയ ലോകത്ത് കലഹം? Why is there quarreling in the spiritual realm? ഇന്നലകളിലെ നന്മകളെ ദൈവം ചെയ്തതും മറ്റുള്ളവർ ചെയ്തതും മറക്കുന്നത് കൊണ്ട്. When we forget the way the Lord has
led us and He has given us നിന്നെ blessings. പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ സന്തോഷമെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് Oh, with that same lip that says, I am so glad I have you as a wife. അങ്ങയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാ എന്റെ ഭാഗ്യമെന്ന് പറഞ്ഞ അതേ ആദരം കൊണ്ട് I am so blessed to have you as a husband with those same lips. നീ വന്നു കയറിയത് മുഴുവൻ മുതലാണ് എന്റെ കഷ്ടമെന്നും നിങ്ങളാണ് എന്റെ നാശമെന്നും പറഞ്ഞതിന്റെ കാരണം The reason you now say that it is because of you I have this issue ഇന്നലകളിൽ അനുഭവിച്ച നന്മകൾ മനഃപൂർവ്വം മറക്കുന്നത് is കൊണ്ടാണ് because you intentionally forget the way the Lord has led you in the past. സ്വർഗം കാണിച്ച സ്നേഹം സ്വർഗം കാണിച്ച കൂട്ടായ്മ ക്രിസ്തുവിൽ കൂടെ സാധ്യമായ രക്ഷ മറക്കുന്നത് കൊണ്ടാ നാം കലഹിക്കുന്നത് Oh, it is because we forget the love of the Hallelujah. Lord and the way He sent His only begotten Son that we are murmuring. ഇന്ന് കോൺഫ്ലിക്റ്റ് കലഹമില്ലാത്ത ഒരു സ്ഥലമില്ല There is no place without a conflict today. എവിടെ ചെന്നാലും കലഹം സഭയില് കുടുംബത്തില് ദേശത്ത് സമൂഹത്തില് സംഘടനയിൽ കലഹം There is conflict everywhere you look, whether in the churches, organizations, or in the community. തീരെ ഖേദത്തോടെ പറയട്ടെ Oh, with sorrow, let me say. ആത്മീയരുടെ കലഹം നിമിത്തം ദൈവസഭ ലോകത്തിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു Oh, because of the quarreling in the spiritual realm, the church has now to bow down before the world. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നറിയണം Do you know the reason for that? സദൃശവാക്യം 10:12 In Proverbs, it says that. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത് We read there. പക വഴക്കുകൾക്ക് കാരണമാകുന്നു സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു Oh, that love covers all, and that bitterness is the root of all evil. സ്നേഹമില്ലായ്മയാണ് പകയുടെ അല്ലെങ്കിൽ കലഹത്തിന് തുടക്കം The lack of love is the reason for conflict. സമ്പത്തുകളുടെ ആധിക്യം നമ്മിൽ വന്നതുകൊണ്ടാണ് പഴയ സ്നേഹം മറന്നുപോയത് Oh, because we have so much riches is why we have forgotten our first love. ആത്മീയ ലോകത്തിലെ പക വളരെ ഇപ്പോൾ വിസ്തൃതമാണ് Oh, we see so much hatred in the spiritual realm. എന്തോ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി എത്ര വലിയ പകയാ വെച്ചുകൊണ്ടിരിക്കുന്നത് Oh, people have so much hatred over such small ഒരു things. സ്ഥാനം കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കുൽസിത ബുദ്ധികള് All the things that they do to receive a position. സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച ഭക്തന്മാരുടെ ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ The ചരിത്രം word of God tells us about saints of God that were able to experience with joy their blessings. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട വീരന്മാരെ നമുക്കറിയാം We know people that were saved from the lion's mouth. അങ്ങനെ തീക്കകത്തു നിന്ന് രക്ഷപ്പെട്ട വീരന്മാരെ നമുക്കറിയാം We know the young men that were saved from the fiery furnace. വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി ഭരിച്ച ഭക്തന്മാരെ അറിയാം We know saints that were able to overcome nations. പക്ഷെ നാം മനഃപൂർവ്വം മറന്നു പോകുന്നു But we are forgetting purposely. തീക്കകത്ത് കരിഞ്ഞവനും തീയിന്ന് രക്ഷപ്പെട്ടവനും ഒരുപോലെ ദൈവത്തിന് തുല്യരാ Oh, the Lord everyone is equal before the Lord. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടവനും സിംഹം കടിച്ചു കീറിയവനും സ്വർഗത്തിന്റെ മുമ്പിൽ ഒരുപോലെ ഉള്ളു The Lord loves the person that was saved from Hallelujah. the lion and the person that was eaten by the lion as a child of God. എബ്രായർ 11:33 മുതൽ വായിക്കുമ്പോൾ As we study in Hebrews, വിശ്വാസ വീരന്മാരുടെ പട്ടികയാണല്ലോ we see the hall of fame of faith there. രണ്ടു കൂട്ടരെ കണ്ടു നാം അവിടെ We see two groups of ഒരു people. കൂട്ടർ സിംഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നു One comes out of the lion's mouth, മറ്റു കൂട്ടർ സിംഹത്താൽ കടിച്ചു കീറപ്പെടുന്നു and some are eaten by lions, it ഒരു കൂട്ടർ says. വാളിന് തെറ്റി ഒഴിയുന്നു Some people are dead by the മറ്റൊരു sword, കൂട്ടരെ ഈർച്ചവാള് കൊണ്ട് അരിഞ്ഞു മുറിക്കുന്നു and some are cut up by it. ഒരു കൂട്ടർ തീയിന്ന് പുറത്തു വരുന്നു Some are saved from the ഒരു fire, കൂട്ടർ തീക്കകത്ത് ഈയാം പാറ്റിയെ പോലെ കരിഞ്ഞു മാറുന്നു and some are undergoing persecution with the പക്ഷേ fire. അവരെല്ലാം ഉയർപ്പിൻ ദിനത്തിൽ ഒരുപോലെയാ ദൈവത്തിന് But the Lord, it is all equal on the day of resurrection. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് അവർക്കൊക്കെ അങ്ങനെ നഷ്ടം സഹിക്കാമെങ്കിൽ So if they were able to endure such ഒരു things, സ്ഥാനത്തിന് ഒരു പദവിക്ക് വേണ്ടി കേസും വഴക്കുമായി നടക്കുന്നവർ ദൈവസന്നിധിയിൽ എന്ത് നീതിയാ ഉള്ളത് oh, what justice is there for a small position that you have to go to court? സ്നേഹമില്ലായ്മയാണ് സകല കലഹത്തിനും The കാരണം lack of love is the reason for all conflict. ജനം നിന്ന് കലഹിക്കുകയാണ് Oh, the people are in conflict. പുറപ്പാട് 17:6 വാക്യം In verse 6 of Exodus 17, ദൈവത്തോട് നിലവിളിക്കുന്ന മോശ Moses is crying out to God. മോശയ്ക്ക് ദൈവത്തിന്റെ നിർദ്ദേശമുണ്ടായി And the Lord spoke to Moses. എന്താണ് ദൈവം മോശയോട് പറഞ്ഞത് What did the Lord say to Moses? നീ ആ പാറയെ അടിക്കുക Oh, hit that rock. ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും And that water will come out of that rock. ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തു And Moses did as the Lord commanded പാറയെ him. അടിച്ചപ്പോൾ വെള്ളം കുതിച്ചു ചാടി And when he hit the rock, water came forth. പക്ഷേ ഒരു നിമിഷം നിന്ന് ചിന്തിക്കണം Oh, but pay attention.
മോശ അടിച്ചത് കൊണ്ടാണോ വെള്ളം Is പുറപ്പെട്ടത്? it because Moses hit the rock that water came ആ out? വാക്യം നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിയാട്ട് Pay attention to that verse. അവിടെ എന്താ ദൈവം പറഞ്ഞത്? What does it say? ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. Oh, I will stand before you there on the rock at Horeb. അതാണ് അവിടുത്തെ അല്ലി രഹസ്യം. That is the secret. മോശ അടിച്ചത് കൊണ്ടല്ല, It is not because of Moses ആ beating. പാറയിൽ ദൈവം നിന്നത് കൊണ്ടാ. It is because the Lord was on the rock at Horeb. എന്റെ എല്ലാത്തിന്റെ ഉറവിടം എന്റെ ദൈവമാണ്. Oh, all of my supply is from the Lord today. I see God is standing for me at all the time and every time. I see the Lord standing for me all the time and every നിങ്ങളുടെ time. കഠിന വിഷയത്തിന്റെ പുറത്ത് യേശു നിൽക്കുന്നു. Oh, in that problem that has no solution, the Lord is നിങ്ങളുടെ there. ചുട്ടുപൊള്ളുന്ന പാറ സമാനമായ വിഷയത്തിൽ ഇന്ന് പകൽ സ്വർഗം നിൽക്കുന്നു. Oh, in that burning issue, the Lord is there for you. യേശു സ്വർഗം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. Oh, it is because the Lord stands on it. പ്രിയരേ, നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും Oh, in every one of our prayers, ഓരോ പ്രവർത്തനത്തിലും in all of our works, കർത്താവ് നിന്നതുകൊണ്ടാണ് it is only because the Lord stood before it. ചുട്ടുപൊള്ളുന്ന തീക്കൽ പാറയിൽ നിന്ന് ഉറവകൾ പുറപ്പെട്ടത്. Oh, that is why there was fountains that came out of such negativity. ഇന്ന് നാം പാടിയല്ലോ, ഇന്ന് നാം വായിച്ചല്ലോ സംഗീത വാക്യം ഇങ്ങനെ. Oh, we sang this morning റോമർ 8:31. in Romans 8:38. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? If God is for us, who can be against ഏത് us? പാറയിലും സ്വർഗം നിൽക്കുന്നുണ്ടെങ്കിൽ Oh, if the Lord is on any rock, തീക്കൽ പാറകളെ ജലനദികളാക്കി മാറ്റുന്ന എന്റെ ദൈവം the Lord can turn any fiery rock into waters. കഠിന ഹൃദയങ്ങളെ അലളിയ ദൈവത്തിന്റെ ഉറവകളാക്കി ദൈവം മാറ്റും. The Lord can turn any stony rock into a place of എന്റെ spring. ജീവിതത്തിലെ ചുട്ടുപൊള്ളുന്ന വിഷയങ്ങളെ കുളിർമയുള്ള നീരുറവകളാക്കി മാറ്റുന്ന ദൈവം. The Lord can start a Praise fountain in the issues that I'm facing. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിന് വെള്ളം പുറപ്പെട്ടു കൊടുത്തു. The Lord gave water to his people. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. Let me go forward. 17:7 വാക്യം. In verse 7, വെള്ളമെല്ലാം കുടിച്ച് ജനം തൃപ്തരായി. the people were drinking water and they were satisfied. ഇന്നലെ വഴക്കുണ്ടാക്കിയതും ഇന്നലെ കലഹമുണ്ടാക്കിയതും ഒക്കെ പെട്ടെന്ന് മറന്നു. They forgot their quarreling and complaining. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? We are like this as well. ഇന്നലെ അടികൂടിയതും വഴക്കുണ്ടാക്കിയതും അനാവശ്യം പറഞ്ഞതും ഒക്കെ നിസ്സാരമായിട്ട് അങ്ങ് മറക്കും. Oh, we forget about all the problems we caused in the past. വെള്ളമെല്ലാം കുടിച്ചിട്ട് പിന്നെ പാട്ടും സ്തോത്രം അന്യഭാഷയായിട്ട് തുടരുകയാണ്. We'll drink the water and again we're praising God, പക്ഷെ the Lord. സ്വർഗം മറക്കത്തില്ല. The Lord does not forget. സ്വർഗം മറക്കത്തില്ല. The Lord does not forget it. പാട്ടുപാടി വെള്ളപൂശിയാലും അന്യഭാഷ പറഞ്ഞു വെള്ളപൂശിയാലും പ്രസംഗിച്ച് കവർ ചെയ്താലും സ്വർഗം മറക്കത്തില്ല. Even if you try to whitewash it, the Lord does not forget. ആ സ്ഥലത്തിന് പുതിയ പേര് വീണു. Oh, there was a new name for that place. രഫദീമിലെ കലഹ സ്ഥലത്തിന് പേര് വീണു. Oh, in Rephidim, in the place that they quarreled, had a new name. എന്താ പേര്? What was the name? ഒന്ന് മസ്സ പരീക്ഷ എന്ന പേര്. First place was Massa because of the quarreling. രണ്ട് മെരീബ കലഹം എന്ന പേര്. And Meribah because of the fighting. ഓ എന്റെ ഹൃദയം അലളിയ വേദന കൊണ്ട് പിടയുന്നു. Oh, my heart is sorrowed. കഴിഞ്ഞ ആഴ്ച ഇത് ഒന്നും കൂടെ ധ്യാനിച്ചപ്പോൾ When I meditated on it again, ദൈവസന്നിധിയിൽ വിറച്ചുപോയി. I was shaking in the ഏത് presence of സ്ഥലത്തിനായി God. പേര് വീണെന്നറിയാമോ? Do you know the place where this name came upon it? ഏത് സ്ഥലത്തിനായി പേര് വീണേ? Oh, what is the name of this place? ഹോരേബിലെ പാറയ്ക്ക് കലഹം എന്ന പേര്. Oh, Horeb became Massa. ഹോരേബിലെ ദൈവത്തിന്റെ പർവ്വതത്തിന് മസ്സ കലഹം എന്ന പേര്. Oh, the mountain of God, Horeb, become Massa. നിങ്ങൾക്കറിയാമോ? Oh, do you know? ചില നാളുകൾക്ക് മുമ്പ് Many days ago, ദൈവം മോശയെ കണ്ട സ്ഥലമായത്. this is the same place where Moses was നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലമാ. dealt with and said, remove your feet. കാലിലെ ചെരുപ്പ് ഊരുവാൻ പറഞ്ഞ സ്ഥലമാണ്. To remove your sandals for the place where you stand is ദൈവത്തിന്റെ holy. തീ കത്തിയ പാറയാ. This is where the burning bush ആ appeared. സ്ഥലത്തിനാ ഇന്ന് കലഹം എന്ന പേര്. And now it is Massa and Meribah. ഹല്ലേലൂയ. കയ്യിലെ വടി നിലത്തൊട്ട സ്ഥലമാണ്. Oh, it is a place where he put his staff പുതിയ down. ശുശ്രൂഷ ലഭിച്ച സ്ഥലമാണ്. The place where he received new ministry. മാർവിടത്തിലെ കുഷ്ഠം മാറിയ സ്ഥലമാണ്. The place where the leprosy was gone. ഇതൊക്കെ ആത്മീയ സത്യം തന്നെ. Oh, this is spiritual truth as well. പ്രിയ ദൈവമക്കളെ, മന്നായും കാടപ്പക്ഷിയും അഗ്നിമേഘത്തിന്റെ തണലും ചൂടുമൊക്കെ കിട്ടിയേക്കാം. Yes, you might receive manna and quails and you might receive the protection of the Lord. പക്ഷേ നമ്മുടെ മത്സര നിമിത്തം കലഹം നിമിത്തം But because of our competition and quarreling, സ്വർഗത്തിനുണ്ടായ നാണക്കേട് ആര് കൊടുത്തു തീർക്കോ? oh, who will repay the shame in heaven? നമ്മുടെ ആത്മീയരുടെ ഇടയിലെ സഭ കൊണ്ട് കുടുംബം കൊണ്ട് ദൈവനാമത്തിനുണ്ടായ അപമാനം ആര് കൊടുത്തു വീട്ടും? Who will repay for the shame that it has caused the spiritual
spiritual world. നാം ഇതുപോലെ പലതും വലിച്ചെറിഞ്ഞൊക്കെ ഉണ്ട്. Oh, we do things like this. രക്ഷിക്കപ്പെട്ട ദിവസം The day that we were saved, കാതിലെയും കയ്യിലെയും കുണുക്കുകളും വളകളും അല്ലെങ്കിൽ മാലകളോ ആഭരണങ്ങളോ ആഡംബരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. we put away our luxuries on our ornaments. നമ്മുടെ മീശയും അല്ലെങ്കിൽ ആഡംബര വസ്ത്രങ്ങളും അല്ലെങ്കിൽ തണ്ടും തന്റെടോ ഒക്കെ വലിച്ചെറിഞ്ഞ് കണ്ടേക്കാം. We threw away our facial hair and everything else that went with it. വിശുദ്ധരെന്നും പെന്തിക്കോസ്തുകാരെന്നും ആത്മനിറവുള്ളവരെന്നും ഒക്കെ പേര് നമുക്കും കിട്ടിയിട്ടുണ്ട്. We have been receiving the name that we are children of God. പക്ഷേ കാലപ്പഴക്കത്തിൽ കലഹവും പകയും വിദ്വേഷവും നിമിത്തം But as time went on, because of quarreling and complaining, ഭയത്തോടെ ഇന്ന് പകൽക്കാലം കേൾക്കണമേ. listen with fear. ഒരുപക്ഷേ ഒരിക്കൽ കലഹക്കാരൻ എന്ന് പേര് കിട്ടിയാൽ, Oh, once you receive that name that you are a ഒരിക്കൽ quarreler, മുൻകോപി എന്ന പേര് വീണാൽ, if you are an angry person, ഒരിക്കൽ കലഹം ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കുന്നവൾ എന്ന് പേര് if കിട്ടിയാൽ, you receive that name that you cause problems, ജീവിതകാലം മുഴുവൻ ആ പേര് സ്ഥലമായി നിന്റെ ജീവിതത്തിൽ നിൽക്കും. oh, that for all of your life there will be a name that is a place upon your life. ഭയത്തോടെ വേണം കർത്താവിനെ സേവിക്കുവാൻ. Oh, serve the Lord with fear and trembling. സ്നേഹത്തോടെ വേണം മറ്റുള്ളവർ ഇടപെടുവാൻ. You need to have love to others. 17-ന്റെ 8-ാം വാക്യം. In verse 8, അമാലേക്യർ പെട്ടെന്ന് അവർക്കെതിരെ യുദ്ധത്തിന് വരുന്നു. we see the Amalek group come against them. നിങ്ങൾ പരസ്പരം കലഹിക്കുമ്പോൾ പോരടിക്കുമ്പോൾ ഓർത്തുകൊള്ളണം. Oh, when you're quarreling and murmuring with each other, അകത്ത് കയറുവാൻ ശത്രു അവസരം നോക്കി നിൽക്കുക. oh, the enemy is looking for a way to get in. വെള്ളം കിട്ടിയേക്കാം, മന്ന കിട്ടിയേക്കാം. You might have received manna and water. വീട്ടിൽ പിശാച് കയറി Oh, but അവസരം the ഉണ്ടാകും. enemy is trying his level best to get in. ചർച്ച പണിതേക്കാം, ആലയം മിനുക്കിയേക്കാം. Oh, you might have a new sanctuary. പക്ഷേ ആലയത്തിനകത്ത് അന്ധകാര ശക്തി കയറി നൃത്തമാടും. Oh, but the powers of darkness will come in the service. ഇന്ന് പകൽക്കാലം കുടുംബ സമാധാനം നശിപ്പിക്കുന്ന, Oh, what is destroying the family peace? കുടുംബം തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങളെ, Oh, children, parents that are taking your life. സഭയുടെ സ്വസ്ഥത കെടുത്തുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, Oh, the people that are taking the peace of the church. ഇന്ന് പകൽ കേട്ടുകൊള്ളുക. Pay attention this morning. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വീണ് കരഞ്ഞില്ലെങ്കിൽ, If you don't cry in front of the presence of God, നമ്മുടെ വാഗ്വാദവും നമ്മുടെ ദ്വന്ദ്വപക്ഷവും അവസാനിപ്പിച്ചില്ലെങ്കിൽ, if we do not end our taking sides, സഭയിൽ കുടുംബത്തിൽ പിശാചിന്റെ ബന്ധനം മുറുകും. oh, the power of Satan will increase and will be തലമുറ bound. കെട്ടിലാകും, ഭാവി ഇരുട്ടിലാകും. Oh, the generations will be bound up and their future will be in darkness. നമുക്ക് കലഹങ്ങൾ അവസാനിപ്പിക്കണം. So let us end this fighting. ഇടിച്ചു കയറുവാൻ ശത്രു നോക്കി നിൽപ്പുണ്ട്. Oh, the enemy is trying his best to get in. അമാലേക്കർ ഇതാ ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വരുന്നു. Oh, the Amalekites are coming against the people of God. ദൈവമക്കളെ, എല്ലാ യുദ്ധവും ഒരുപോലെയല്ല. Not every war is the same, children of God. എല്ലാ യുദ്ധത്തിന്റെ വിജയങ്ങളും ഒരുപോലെയല്ല. And the secret to victory in every battle is not the same. എല്ലാവർക്കും കിട്ടിയ സൗഖ്യമല്ല നിങ്ങൾക്ക് കിട്ടാൻ You will പോകുന്നത്. not receive the same healing someone else did. അനുഭവസാക്ഷ്യം നല്ലതാണ്. It is good to have personal testimony. എന്നെ ദൈവം നടത്തിയ വഴികളെ രണ്ടു വാക്കി പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. There's nothing wrong with saying the way the Lord has led you in the past. സാക്ഷ്യം പറയുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. But something you have to be careful as you talk about miracles. നിങ്ങളുടെ അനുഭവ സാക്ഷ്യം അരമണിക്കൂർ പറഞ്ഞാൽ, Even if you say it for half an hour, അതിലല്ല ഒരാൾക്ക് പോലും അതിൽ 2 മിനിറ്റിന്റെ ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. it is not going to be useful for anyone. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ അനുഭവമാണ്. It is an experience for you. മറ്റുള്ളവർക്ക് എൻകറേജ്മെന്റ് ആണ്. It is an encouragement for others. എല്ലാ യുദ്ധവും ഒരുപോലെയല്ല. Not every battle is the same. അതുകൊണ്ടാണ് വചനത്തിൽ നാം കാണുന്നത് എല്ലാ കുരുടന്മാരെയും ഒരുപോലല്ല യേശു The സൗഖ്യമാക്കിയത്. Lord did not heal every blind person the same. ഒരുത്തൻ സാക്ഷ്യം പറയാണ്, One is ഞാൻ testifying, കുരുടനായിരുന്നു, I was blind. യേശു നിലത്തെ ചെളി അല്ലെങ്കിൽ തുപ്പല് കൊണ്ടുണ്ടാക്കി The Lord put a spit in dirt എന്റെ കണ്ണി പൂശി. and put it in my eye. അത് കേട്ടിട്ട് ബർത്തിമായിക്ക് എന്തോ സൗഖ്യം കിട്ടാനാ? And what is blind Bartimaeus going to be gained by that? തൊട്ട സൗഖ്യമാക്കിയത്. He was touched and healed. അതിൽ വേറൊരു കുരുടനെ കണ്ടപ്പോൾ Another blind man അവന്റെ കണ്ണിൽ തുപ്പിയിട്ട് മേലോട്ട് നോക്കാൻ പറഞ്ഞു. was spit on his eyes and told to look ഓരോരുത്തരെ up. സൗഖ്യമാക്കുവാൻ ദൈവത്തിന് ഓരോ വഴിയുണ്ട്. The Lord has different ways to heal ഞാൻ different പറഞ്ഞു people. വന്നതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ. This is what I'm saying. God wants to give you a deliverance which does not have a reference or a record. Oh, the Lord wants to give you a deliverance that does not have a reference or a record. ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വിടുതല സ്വർഗ്ഗം നിനക്ക് തരാൻ The പോകുന്നു. Lord wants to give you a new experience that the world has never seen. ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്നുവരെ തോന്നിയിട്ട് പോലുമില്ല. No eye has seen, no ear has heard, no man has
has conceived in his heart what the Lord has prepared for his സഹോദര saints. സഹോദരി, നീ അനുഭവിക്കുന്ന യുദ്ധമുണ്ടല്ലോ, Oh, the battle, child of God, that you're നീ കടന്നു facing. പോകുന്ന വെല്ലുവിളി ഉണ്ടല്ലോ, Oh, the battle cry that is against you. ചരിത്രത്തിൽ ആരും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത വിടുതലുകൾ തന്നു നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. The Lord has some plans to bring you out that no one in history has been delivered in such a manner. ഇവിടെ അലടി ഒരു പുതിയ അലടി വിജയ പദ്ധതി ദൈവം അവർക്ക് ആസൂത്രണം ചെയ്തു. The Lord is giving them a new battle plan. പ്രസംഗം തുടങ്ങുന്നേ ഉള്ളൂ. I'm starting my message ഒന്നാം now. ഭാഗമാണ് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്നതിന്റെ ഒന്നാം ഭാഗം. Oh, this is the first part of Jehovah Nissi. ഇവിടെ ഒരു പുതിയ യുദ്ധ തന്ത്രം ദൈവം അവർക്ക് കാണിച്ചു The കൊടുത്തു. Lord is giving them a new battle secret. പുറപ്പാട് 17 9 വാക്യം. In 17:9 of Exodus, യുദ്ധ തന്ത്രം ഇതായിരുന്നു. this was the secret. യോശുവ എന്ന യൗവനക്കാരൻ വാളേന്തി അല്പം ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോകട്ടെ. Oh, the Lord told Moses to take Joshua with some people go into the battlefield. മോശ രഫിദീമിലെ കുന്നിന്റെ മുകളിൽ ദൈവത്തിന്റെ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുക. And Moses is to stand on the hill with the staff of the Lord. ഇന്ന് പകൽ ഇത് ചിന്തിച്ച് നമുക്ക് ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. We're going to end after thinking about this portion. വടിയും പിടിച്ച് മല കയറുന്ന കുന്ന് കയറുന്ന മോശ. Oh, we see a Moses who is climbing up a mountain holding the staff of the Lord. വിശുദ്ധ തിരുവെഴുത്തിൽ മല കയറുന്ന മോശ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. We see in the Bible Moses climbing many trees as a miracle. മോശയെ വേണമെങ്കിൽ നമുക്ക് പർവ്വതങ്ങളുടെ പുരുഷൻ എന്ന് വിളിക്കാം. We can call Moses the man of mountains in the Bible. പഴയ നിയമത്തിൽ മോശയും പുതിയ നിയമത്തിൽ യേശുവുമാണ് കൂടുതൽ മല കയറിയത്. In the Old Testament it was Moses, and in the New Testament Jesus that climbed the mountains the most. യേശു കുന്നും മലയും കയറിയത് Jesus would climb hills and mountains. പ്രസംഗിക്കാൻ, പ്രാർത്ഥിപ്പാൻ, പഠിപ്പിക്കുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, പിന്നെ സ്വർഗ്ഗാരോഹണം ചെയ്യുവാൻ, മരിക്കുവാനൊക്കെയാണ് മല കയറിയത്. He had gone on mountains to preach, to pray, to teach, and to be transfigured, and then to be crucified. മോശ കയറിയ മലകളും അവിടെ താൻ അനുഭവിച്ച പഠിച്ച ആത്മീയ പാഠങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തോട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? How does the mountains that Moses had to travel apply to our life? മോശ കയറിയ ഓരോ മലകളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളാണ്. Every mountain that Moses had to climb is a foundation for our Christian walk. ഇന്ന് പകൽക്കാലം നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. Can we look at it that way? മോശ ചവിട്ടിക്കയറിയ ഓരോ മലകളിൽ കൂടി നാം അനുഭവിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ആത്മീയ സത്യങ്ങൾ. The truths that we need to learn from every mountain that Moses had to climb. ഇന്ന് പകൽ 5 മലകൾ നാം ചിന്തിക്കാൻ വേഗത്തിൽ പോവുകയാണ്. We are going to think about 5 mountains quickly. ഒന്ന് മോശ കയറിയ ഒന്നാമത്തെ പർവ്വതം The first mountain he had to climb ഹോരേബ് പർവ്വതമാണ്. is Mount Horeb. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. In Exodus 3:1 onwards we see that. ഈ പർവ്വതത്തിൽ ദൈവം മോശയെ തേടി വന്ന സ്ഥലമാണ്. This is the place where God came looking for Moses. നമുക്ക് ഈ സന്ദേശം മനസ്സിലാകും. You will understand നാം this. ദൈവത്തെ തേടി പോയതല്ല. He did not go searching for ദൈവം God. നമ്മെ തേടി വരുന്ന സ്ഥലമാണിത്. Oh, this is a place where God comes searching for you. അമ്മാവിയപ്പന്റെ ആടുകളെ മേയിച്ച് മിദ്യാനിൽ പാർക്കുമ്പോൾ മോശ ചെന്നുപെട്ട സ്ഥലം. Oh, in a place as he is living in Midian, taking care of his father-in-law's sheep. 80-ാമത്തെ വയസ്സിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ തന്റെ ഓമന പേര് ചൊല്ലി അല്ല ദൈവം തന്നെ വിളിച്ച സ്ഥലം. Oh, at 80 years of age, the Lord called him by his name, and the Lord called him out at the burning bush. ആടുമേയിച്ച് നടന്നവനെ ആൾക്കൂട്ടത്തെ നയിക്കുന്നവനാക്കി ദൈവത്തിന്റെ നിയോഗം ലഭിച്ച പർവ്വതം. Oh, this is the place where the anointing of the Lord came upon his life, where he became a person that leads people instead of sheep. 80-ാമത്തെ വയസ്സും വിക്കും തടിച്ച നാവും ഒന്നും ശുശ്രൂഷയ്ക്ക് തടസ്സമല്ലെന്ന് സ്വർഗം തെളിയിച്ച സ്ഥലമാണ്. This is a place where heavens proved that 80 years of age or a stammering lip was not a barrier for the Lord to use this man. കുലപാതകൻ എന്ന പേര് കൊണ്ട് നടക്കുന്നവനെ കൃപയുടെ ദാസനാക്കി കർത്താവ് ഉയർത്തിയ സ്ഥലമാണ്. This is the place where he was known as a murderer, but the Lord gave him grace and he made him a minister of the Lord. മിസ്രൈമ്യ പാരമ്പര്യങ്ങളും മിദ്യാനിയ ബന്ധനങ്ങളും ഒരുപോലെ അഴിഞ്ഞുമാറിയ സ്ഥലമാണ് ഹോരേബ് പർവ്വതം. Oh, the bondages of Egypt and Midian all together was loosened on Horeb. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഒന്നാമത്തെ പർവ്വതം. So this is the first mountain that we in our Christian walk, നമ്മുടെ രക്ഷയുടെ പർവ്വതം. this is the place of our salvation. നാം തേടിപ്പോയതല്ല, നമ്മെ തേടി ദൈവം വന്ന സ്ഥലമാണ്. This is not a place we went searching for, but God came searching for us. രക്ഷയുടെ പാറ പിളർന്നതാം പാറ. Oh, this is the rock of our salvation that was split open. എന്റെ പഴയ ചരിത്രം, എന്റെ പാപം, എന്റെ പാരമ്പര്യം, എന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റിയ സ്ഥലം. This is a place where my sin, my ridicule was
ഇരിക്കുന്ന loosened. ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ആ നല്ല അനുഭവം ഓർക്കാൻ പറ്റുമോ? Can you remember where you're sitting, that experience? ഓ എന്നെ തേടി യേശു വന്നു. The Lord Jesus came down looking for എന്നെ me. തേടി യേശു വന്നു. He came looking for me. യേശു എൻ സ്വന്തം. ഹല്ലേലൂയ. Hallelujah. The Lord is mine. Hallelujah. പാട്ടുകാരൻ പറഞ്ഞതുപോലെ എന്നോട് ഭാഗ്യം അതെനിക്ക് ചൊല്ലിക്കൂടാ. Oh, as the song says, how great a blessed experience that is. പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും ഇത് പുതിയതായിരിക്കുന്നു. The old things are past, everything has become new. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, So I want to say, this is my story, this is my song, praising my Savior Hallelujah. all the day long. this is my story, this is my song, praising my Savior all the day long. എനിക്ക് പാട്ടും എനിക്ക് പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും മാത്രം മാത്രം മാത്രം. Oh, my song is always about the Lamb of God and His glory. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പർവ്വതം, നമ്മെ തേടി യേശു വന്ന സ്ഥലം. This is the first mountain, the place where Jesus came searching for us. മോശ കയറിയ രണ്ടാമത്തെ പർവ്വതം, So the second mountain that Moses climbed, അത് സീനായി പർവ്വതം, സീനായി മലയാണ്. it is Mount Sinai, the Sinai mountain. പുറപ്പാട് 19 അധ്യായം In Exodus 19, 24 മുതൽ 32 വരെയുള്ള നീണ്ട 9 അധ്യായങ്ങൾ, and 24 to 32 the chapters, 34 and അധ്യായം. 34 the chapter. ഈ അധ്യായങ്ങളിലൊക്കെ നാം കാണുന്നുണ്ടത് We see in those chapters, മരുഭൂമി യാത്രയിൽ പലവട്ടം മോശ ഈ പർവ്വതം കയറി. oh, Moses would go in his wilderness journey up this mountain many times. ഇത് മോശ ദൈവത്തെ തേടി പോയ പർവ്വതമാണ്. This is the place where Moses went up to meet God. ഒന്ന് നമ്മെ തേടി ദൈവം വന്ന സ്ഥലമാണ് രക്ഷയുടെ പർവ്വതം. The first place is God came down, and that is the place of salvation. വിശ്വാസ യാത്രയിൽ നാം പലവട്ടം ദൈവത്തെ തേടി പോകണം. Oh, in our spiritual walk, many times we need to go searching for God. 40 ഉപവാസം എടുത്തു പോയ സ്ഥലമാണ്. Oh, 40 days fasting was spent there. ഇവിടെ വെച്ചാണ് മോശയ്ക്ക് കൽപ്പനകൾ എഴുതി കിട്ടിയത്. He received the laws and the commandments of the Lord in this mountain. കല്ലിൽ കൊത്തിയ അക്ഷരമായി ദൈവത്തിന്റെ അഗ്നിസ്ഫുലിംഗനങ്ങളായ വിരലുകൊണ്ട് എഴുതി കിട്ടിയ 10 കൽപ്പനകൾ. Oh, by the fingers of God on the tablets, the commandments of the Lord was given on this mountain. ദൈവജനം എന്തൊക്കെ അനുസരിക്കണം, എന്തൊക്കെ പാലിക്കണം, പാലിക്കരുതെന്നുള്ള ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും എഴുതി കിട്ടിയ സ്ഥലമാണ്. This is the place where the children of God got the laws as to what they are to obey and what not to obey. സീനായി പർവ്വതത്തിൽ വെച്ചാണ് ദൈവം തന്റെ ജനത്തിന്റെ ഇടയിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന സമാഗമന കൂടാരത്തിന്റെ രൂപകൽപ്പന തന്റെ ബുദ്ധിയിൽ ദൈവം വരച്ചു കൊടുത്തത്. It was also on Mount Sinai that the Lord gave him the idea of having the tabernacle and the size of it and everything to Moses. ഇവിടെ വെച്ചാണ് ദൈവം തന്നോട് സംസാരിച്ച വചനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം തന്റെ മുഖം മലലെ സൂര്യനെ പോലെ ശോഭിച്ചത്. It was also in this place that his face would shine because of the presence of the Lord. ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വിശ്വാസ യാത്രയുടെ രണ്ടാമത്തെ പർവ്വതം. This is the second mountain in our spiritual walk. ദൈനംദിനം നാം ദൈവത്തെ തിരക്കി പോകുക. Daily we are searching God. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കായി, Oh, to obey the words and the laws of the Lord. ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, To hear the voice and the word of the Lord. ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ, To hear from Him daily. ഉപവാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും With fasting, prayer, and submission. നാം ചവിട്ടിക്കയറുന്ന മലയാണ് രണ്ടാമത്തെ മല. The second mountain we take our steps into is Mount നാം Sinai. ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള രൂപകൽപ്പന ദൈവം തരും. The Lord will tell us that we are the temple of the Lord. ഈ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം, How we are to glorify our Lord with our എന്തൊക്കെ bodies. ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, Oh, what we are to do and what we are not to do. എന്തൊക്കെ വിട്ടുപിരിഞ്ഞ് മാറിയാൽ, Whatever we need to let go of. കൃപാസനത്തിന്മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയ പോലെ നമ്മുടെ മേൽ സ്വർഗത്തിന്റെ തേജസ് ഇറങ്ങും. Oh, the glory, the Shekinah glory of the Lord will come down upon us. മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ Just like Moses' face was ഓരോ shining. പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും, Oh, when every time we ഓരോ pray, പ്രാവശ്യം കരമുയർത്തുമ്പോഴും, every time we lift up, ഓരോ ദിവസം വചനം കേൾക്കുമ്പോഴും, every day when you hear the word, നമ്മുടെ മുഖത്തിന്റെയും വാട്ടം മാറുന്ന സ്ഥലമാണ് ഈ രണ്ടാമത്തെ സ്ഥലം. oh, our face and our complexion changes in this second place. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞു, Oh, so the psalmist നിന്റെ says, സന്നിധിയിൽ സന്തോഷ പരിപൂർണതയോ, oh, in your Hallelujah. presence is great joy. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും 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 പ്രമോദങ്ങളുമുണ്ട്. Oh, and on your right side Praise is the Lord. joy forever. ഹല്ലേലൂയ. Hallelujah. മൂന്നാമത് മോശ കയറിയ The പർവ്വതം, third mountain Moses went up പുസ്തകം 20 അധ്യായം in Numbers 20, അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. 22 onwards we see that. ഇതാണ് ഹോർ പർവ്വതം. It is Mount Hor. മോശയുടെ കൂടെ എല്ലാറ്റിനും തുണയും കൂട്ടുമായിരുന്ന
തന്റെ ജ്യേഷ്ഠ സഹോദരൻ അഹരോൻ മരിച്ച സ്ഥലം. This is the place where the elder brother, who was such a friend to Moses, had died. തന്റെ ഹല്ലേലൂയ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന തന്റെ നാവായിരുന്നു ഈ അഹരോൻ. He was a spokesperson, the person who spoke for Moses, Aaron. തന്നെക്കാൾ 3 വയസ്സിന് മൂത്തതായിരുന്നു ഈ സഹോദരൻ. He was 3 years older than Moses. ഇവിടെയാണ് അഹരോന്റെ ശവമടക്കം നടക്കുന്നത്. This is a place where Aaron died and was buried. പുരോഹിത വസ്ത്രം ഊരി എലയാസറിനെ ധരിപ്പിക്കുകയാണ് അവിടെ. And his priestly garments were taken off and given to Eleazar. ഇവിടെ വെച്ചാണ് 90-ാം സങ്കീർത്തനം എഴുതിയതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. Many believe that Psalms 90 was written on this place. മരണം കഴിയുമ്പോൾ അല്ലെങ്കിൽ അഹരോന്റെ കൂടെ ശുശ്രൂഷ തീർന്നെന്നല്ല. That the world, the ministry does not end with Aaron. നമ്മളൊക്കെ ഈ ശവസംസ്കാരത്തിന് പറയാറുണ്ടല്ലോ. We usually say at the cemetery, ഈ വിടവ് ആര് നികത്തുവെന്ന്. who will fill in the void that is there by the death. ആരും ഇവിടം വിട്ടു പോയാൽ ഒരു ഗ്യാപ്പും ഉണ്ടാകത്തില്ല. There will be no gap by one person leaving. ബെഞ്ചിലെ സ്ഥലത്തിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. I'm not talking about the space on the bench. സ്വർഗ്ഗത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങളുടെ വേർപാട് ഒരു വിടവല്ല, ഒരു നേട്ടമാണ്. Oh, in heaven's perspective, you dying is a gain. അഹരോൻ മാറിയാൽ എലയാസറിന് ശുശ്രൂഷ. If Aaron is gone, Eleazar will do the ministry of the Lord. ദൈവം നമ്മെ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ ആരാധിപ്പാൻ തന്ന ശുശ്രൂഷ മറന്നു പോകല്ലേ. Oh, don't forget the ministry that he has given you to pray for the നിങ്ങൾ nations. ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ദൈവം അത് കൈമാറും. Oh, if you don't do it, the Lord will give it to someone else. ഇത് വേർപാടിന്റെ പർവ്വതമാണ്. So this is a place of separation and pain. ജീവിതത്തിലെ ദുഃഖ വിരഹ ദുഃഖങ്ങളുടെ സ്ഥലമാണ് ഈ പർവ്വതം. This is a place of death and pain. ഈ മണ്ണിൽ ക്ലേശമുണ്ട്, ദുഃഖമുണ്ട്, ദാരിദ്ര്യമുണ്ട്, അപമാനമുണ്ട്. Oh, in this earth we have pain and ridicule and suffering. നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും ഈ മണ്ണു വിട്ട് കടന്നു പോകും. Many people that we love and that loved us will leave us on this earth. എന്നാൽ പ്രിയപ്പെട്ടവരുടെ മൃതശരീരത്തിന് മുമ്പിൽ തലതല്ലിക്കറഞ്ഞ് നിരാശപ്പെടുന്നതല്ല ആത്മീയമെന്നും. Oh, to spiritually that we are not to be so depressed at the death of our loved ones. പകരം ദൈവസന്നിധിയിലേക്ക് കൈമലർത്തി ദൈവത്തെ സ്തുതിക്കാമെന്നും നമുക്ക് ലഭിക്കുന്ന പാഠം ഹോർ പർവ്വതം തരുന്നു. But on Mount Hor we can see that we can trust everything to the Lord and lift up our hands and hand the plans of God over to him. ജ്യേഷ്ഠന്റെ ശവശരീരം മണ്ണിലേക്ക് അടക്കിക്കൊണ്ട് മോശ പാടുന്നു. And burying Aaron, Moses is singing. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. Lord, you have been our rock from generation to generation. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. You have been our God from all time and eternity. നമുക്കും ഈ വേദനയുടെ നടുവിൽ പാടാം. We can sing in the midst of our pain. ആരെങ്കിലും വിരഹ വേദന അനുഭവിക്കുന്നുവെങ്കിൽ, If someone is going through the pain of separation, ഉറ്റവരുടെ വേർപാട് നിമിത്തം ആരെങ്കിലും ഇന്നും ദുഃഖിക്കുന്നുവെങ്കിൽ, if someone is going through bereavement, ആരെങ്കിലും എന്തെങ്കിലും ക്ലേശ നിമിത്തം ഇന്ന് പകൽ ശരീരത്തിലോ മനസ്സിലോ മുറിവ് അനുഭവിക്കുന്നുവെങ്കിൽ, with your pain, if you're going through pain in your body, നമുക്കും പാടാം. we can sing as well. മാറ്റമില്ലാത്തവനെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. Oh, we love you, Lord, unchanging one. ദൈവം തലമുറയായി ഞങ്ങളുടെ സങ്കേതം തന്നെയാണ്. Oh, through generations you have been our ഈ fortress. ദൈവം ഇന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു. Oh, this God is our God forever and അവൻ ever. ഞങ്ങളെ ജീവപര്യന്തം വഴി നടത്തും. He will sustain us till the very end. ഈ മണ്ണിൽ നിന്ന് ഞങ്ങളെ വിട്ടുപോയവരെ, Oh, the people that have left us on this earth, താമസമിന മറുകരയിൽ കാണുമെന്ന പ്രത്യാശ കൊണ്ട് നിറഞ്ഞു നമുക്ക് പാട്ടുപാടാം. oh, we can be assured that we can see them on the other shore and sing the song. ഇതാണ് പ്രത്യാശയുടെ പർവ്വതമാണ് മൂന്നാമത്തെ പർവ്വതം. Oh, so the third mountain is a place of pain but also of hope. മോശ കയറിയ നാലാമത്തെ പർവ്വതം. So the fourth mountain Moses goes up. ആവർത്തന പുസ്തകം 34 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. We see that in Deuteronomy chapter 34 1 through 5. നെബോ പർവ്വതം അല്ലെങ്കിൽ പിസ്ക കൊടുമുടി. Oh, it is Mount Nebo, also known as Pisgah. 120 വർഷത്തെ ഇഹലോകവാസ ജീവിതത്തിന് ശേഷം, After 120 years on earth, 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം, after 40 years of glorious ministry, നീല നദിയുടെ തീരത്ത് ആരംഭിച്ചത് അവസാനിച്ച പർവ്വതമാണ് നെബോ പർവ്വതം. oh, what started on the side of the Nile, it ended on Mount Nebo. സംഭവ ബഹുലമായ ഒരു ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും തിരശീല വീണ പർവ്വതമാണ് നെബോ പർവ്വതം. Nebo is where this ministry and this great life ended on earth. ദൈവത്തിനു വേണ്ടി ഓടിയ കാലുകൾക്ക് ഒരു
വിശ്രമം. Oh, the legs that would run for the Lord had rested. ആവർത്തിച്ചാവർത്തിച്ച് ദൈവത്തിന്റെ അഗ്നിദർശനം കണ്ട കണ്ണുകൾക്ക് ഇതാ വിശ്രമം. Oh, the eyes that would see the face of the Lord is now resting. കരമുയർത്തിയും വടിനീട്ടിയും അത്ഭുതങ്ങൾ ചെയ്ത കൈകൾക്ക് ഒരു വിശ്രമം. The hands that would do miracles with the staff of the Lord is getting a rest. ഇതാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ നാലാമത്തെ പർവ്വതം. This is the fourth mountain for us children of God. അനേകരുടെ മരണത്തിന് സാക്ഷിയായ നമുക്ക് ഒരു മരണമുണ്ട്. Oh, children of God, we have been witnesses to the death of many of our loved ones, but we also have a death coming. അനേകരുടെ ശവമടക്കിന് ആശംസ അനുശോചനം അറിയിച്ച പ്രസംഗിച്ച അല്ലെങ്കിൽ പാട്ടുപാടിയ നമുക്ക് ഒരു അന്തമുണ്ട്. We have said condolences at many funerals, but the Lord will have a funeral for us as well. ഒരു നാൾ ഈ നശ്വര ലോകം വിട്ട് നാമും പറന്നു പോകും. One day we will have to let go of this temporary earth. 7-10 ഏറെയായാൽ 80 മാത്രമുള്ള ഈ ആയുസ് കഴിഞ്ഞ് നാം ഒഴിഞ്ഞു പോകും. For 70 or 80 years we will live on earth and we will go forward. ഇത് വേഗം തീരുന്ന ജീവിതമാണെന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് ആത്മീയ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. When we know living that this is just a temporary life, we have meaning for our life. ഇനി നമുക്ക് സമയമില്ല അധികം. We don't have much time. ഇനി നമുക്ക് അധികം കാലമില്ല. We don't have much of a time left. ഈ ജീവിതം വേഗം തീരുമെന്ന് ഓർത്ത് ശുശ്രൂഷ തികയ്ക്കണം. Oh, we need to complete our ministry knowing that our life may be coming to an end. എന്താണെന്ന് നോക്കണ്ട. We don't need to worry about the next Sunday service. അടുത്ത മീറ്റിംഗിന് വേണ്ടി കാത്തിരിക്കണ്ട. The next meeting we don't need to worry കേൾക്കുന്ന about. മാന്യ സഹോദര സഹോദരി, Everyone hearing to me, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. now is the day of salvation. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. This is the perfect time. ഇന്ന് തന്നെ യേശുവിനെ കണ്ടുമുട്ടുക. Oh, meet Jesus today. ഇന്ന് തന്നെ യേശുവിന് വേണ്ടി ജീവിക്കുക. Oh, live for the Lord today. ഈ നാട് വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ്, Before you leave this earth, ഈ ശരീരം വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ്, before you leave your temporary body, ആത്മാവിന്റെ രക്ഷ കണ്ടുകൊള്ളുക. oh, receive the salvation for your spirit. മോശ കയറിയ അഞ്ചാമത്തെ പർവ്വതം, The fifth mountain Moses would climb up. അല്ലെങ്കിൽ മോശയെ നാം കാണുന്ന അഞ്ചാമത്തെ പർവ്വതം, The fifth mountain that we would see Moses upon. മോവാബ് അല്ലെങ്കിൽ സമഭൂമിയിൽ നെബോ പർവ്വതത്തിൽ ദൈവം മോശയെ അടക്കിയെന്ന് നാം വായിക്കുന്നു. We read that the Lord buried Moses in Mount Nebo. മോശയുടെ ശരീരം ഉയർക്കാതിരിക്കുവാൻ പിശാച് വാദിച്ചെന്ന് നാം വായിക്കുന്നു. We know that the devil was arguing so that his body would not resurrect. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയത്തില്ല, ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. And then people guessed at what happened to his body. പക്ഷേ അഞ്ചാമതൊരു പർവ്വതത്തിൽ നാം മോശയെ പിന്നീട് കാണുന്നുണ്ട്. But once again we see Moses on a fifth mountain. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, It is in the New Testament in Matthew 17, മാർക്കോസ് 9-ാം in അധ്യായം, Mark 9, ലൂക്കോസ് 9-ാം and അധ്യായം Luke 9. നാം കാണുന്ന ഒരു കൊച്ചു പർവ്വതം. Oh, a small mountain in the New Testament. യേശുവും തന്റെ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ പ്രാർത്ഥിപ്പാൻ പോയ പർവ്വതം. Oh, Jesus, James, and John would go upon this mountain. മൗണ്ട് താബോർ എന്നോ അല്ലെങ്കിൽ ട്രാൻസ്ഫിഗറേഷൻ മറുരൂപ മലയെന്നൊക്കെ വിളിക്കാം. We call it Mount Tabor, or the place of transfiguration. ഇവിടെ യേശു പ്രാർത്ഥിക്കുമ്പോൾ As Jesus is praying there, ആദി തേജസ്സിൽ മോശയും ഏലിയാവും പ്രത്യക്ഷരായി. we see Moses and Elijah appearing on this mountain. മോവാബ് സമഭൂമിയിൽ ദൈവത്തിന്റെ കരം കൊണ്ട് അടക്കിപ്പെട്ട മോശയ്ക്ക് The Moses who was buried by the Lord in Mount ഒരു Noah, പുനരുത്ഥാനം ഉണ്ടായിരുന്നില്ലേ Nebo, അതിന്റെ അർത്ഥം? he was transformed. ജീവനോടെ ഉടലോടെ എടുക്കപ്പെട്ട ഏലിയാവിനൊപ്പം With Elijah who was taken up with life. മോശയും ഇറങ്ങി വരണമെങ്കിൽ If Moses is to come down, മോശയ്ക്കും സമയത്തിന് കാലത്തിന് മുമ്പേ ഒരു പുനരുത്ഥാനം ഉണ്ടായി. Moses also received a resurrection before the end of time. ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ അഞ്ചാമത്തെ പർവ്വതം. This is the fifth mountain in our spiritual life. ഈ മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർക്ക് ഒരു ഉയർപ്പുണ്ട്. Oh, the people, the saints of God on this earth will rise up one day. നാം കയറാൻ പോകുന്ന ഈ അഞ്ചാമത്തെ പർവ്വതം ഇതാണ്. This is the fifth mountain we need to climb. യേശു മഹാരാജാവായി മേഘങ്ങളെ തേരാക്കി വരുമ്പോൾ, Oh, when the Lord Jesus is coming in the clouds, മണ്ണിൽ ഇരുന്നാലും മണ്ണിൽ മറഞ്ഞാലും ഞങ്ങൾ രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും. if we are living on earth or if we are buried 6 feet under, we will be resurrected. രൂപാന്തരപ്പെട്ട ശരീരത്തോട് Oh, with a transformed body. നാമും നമ്മുടെ കാന്തനായ യേശുവിനൊപ്പം ഒലിവുമലയിൽ കാലുകുത്തുന്ന ഒരു ദിവസമുണ്ട്. There will be a day we will meet our groom upon Mount of ഈ Olives. മണ്ണിലെ നമ്മുടെ യാത്ര തീരാറായി. Oh, our life on earth is almost നാം അല്പം over. മുമ്പ് കേട്ടതുപോലെ As we heard before, ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് ഓർത്ത് നമ്മൾ we ഭാരപ്പെടുന്നില്ല. don't need to worry about the political system. Our hope is not in the trumpet, but we are waiting for the trumpet sound of God. We are waiting for the trumpet sound of the Lord. ട്രംപ് അല്ല നമ്മുടെ വിഷയം, ട്രംപറ്റ് സൗണ്ട് ആണ്. It is not Trump we worry about, it's a We don't trumpet. care about the Joe Biden, but we are going to abide with my Christ forever and ever. I don't care about Joe Biden, but I will abide with the Lord എന്റെ Jesus. ക്രിസ്തുവിനോട് കൂടെ യുഗായുഗമായി വാഴാമെന്നുള്ളതാണ് എന്റെ സ്വപ്നം. Oh, that is my dream, that I will live with my Lord. ഇന്ന് പകൽ ഈ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങൾ നിറയപ്പെടുന്നു. Oh, I am filled with that blessed hope today. ഹല്ലേലൂയ. നാം കയറേണ്ട ആത്മീയ ഉന്നതികളുണ്ട്, മറന്നു പോകല്ലേ. Oh, we have mountains to climb
time, children of God. യഹോവ നിസ്സി എന്നതിന്റെ രണ്ടാം ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം. We will think about Jehovah Nissi, the part 2. മോശ കയറിയ രഫദീമിലെ ആറാമത്തെ കുന്നിന്റെ അർത്ഥം എന്താണ്? Oh, what is the Rephidim, the mountain that Moses climbed? ഇന്ന് പകൽ നമ്മുടെ രക്ഷയുടെ പർവ്വതം മറന്നു പോകല്ലേ. Don't forget the mountain of our salvation. ദൈനംദിനം നാം കയറേണ്ട ദൈവിക പ്രമാണങ്ങളുടെ സീനായി മലകൾ മറന്നു പോകല്ലേ. Don't forget about Mount Sinai that we need to climb daily. നമ്മുടെ അല്ലലിയ പ്രിയപ്പെട്ടവരുടെ വേർപാട് നിമിത്തം ദുഃഖമുള്ളപ്പോൾ അല്ലലിയ അതിനെ ആശ്വാസം തരുന്ന വചനത്തിന്റെ പർവ്വതം മറക്കരുത്. Don't forget about the word of God that gives us peace at the time of the death of our loved ones in Mount Hor. നാമും ഈ മണ്ണ് വിട്ടു പോകുമെന്ന് ഉറപ്പ് തരുന്ന നെബോ പർവ്വതം മറക്കരുത്. Don't forget about Mount Nebo, which reminds us that we will also leave this earth. അപ്പോൾ തന്നെ നമ്മുടെ പ്രത്യാശയുടെ പർവ്വതമായ മറുരൂപമല മറക്കരുത്. But don't forget about the place of our transformation, which is Mount Tabor. യേശുവിന്റെ മുഖം ശോഭിച്ചതുപോലെ Just as Jesus' face was എന്റെ ഈ shining, താഴ്ചയുള്ള ശരീരത്തിന്റെ നിറം മാറും. oh, this lowly body will have a എന്റെ transformation. അപമാനമുള്ള ശരീരത്തിന് മാനം ലഭിക്കും. Oh, the body that is full of shame will change. വെള്ള വസ്ത്രധാരികളുടെ നിരനിരയായ സംഘത്തെ ഞാൻ കാണുന്നു. I see a group of people dressed in white. എനിക്ക് മുമ്പേ മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ സംഘം, The saints that have died before me. കർത്താവിന് വേണ്ടി ജീവിച്ചവരുടെ സംഘം, The people that have lived for the Lord. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ, They have been washed by the blood of the Lamb. കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്ത ദൈവത്തിന്റെ തിരുസഭ. Without spot and wrinkle, the church, the bride. കാഹളം ധ്വനിക്കാറായി. Oh, the trumpet will sound soon. ദൂതർ വീണ മീട്ടാറായി. Oh, the Lord will make his നാം ഈ noise. നാട് വിട്ടു പറന്നു പോകാറായി. Oh, it is time for us to leave earth. ഞങ്ങൾ വിളിച്ചു പറയുന്നു, യഹോവ എന്റെ കൊടിയാണ്. Oh, the Lord is my banner, let me declare. എന്നെ പിടിച്ചു നിർത്തുവാൻ ഒരുങ്ങി നിന്ന പിശാചിന്റെ മുമ്പാകെ Oh, and then when the enemy was trying to hold me back, ഞങ്ങൾ ഒരു ജയത്തിന്റെ ഘോഷം വിളിച്ചു പറയും. I will sing the song of victory. എന്താണ് ഞങ്ങളുടെ പാട്ട്? What is my song? ഭക്തന്മാർ ചേർന്ന് പറഞ്ഞാട്ട്, Oh, saints of God, say it മരണമേ together. നിന്റെ ജയം എവിടെ? Oh, death, where is your sting? മരണമേ നിന്റെ ജയം എവിടെ? Oh, death, where is your victory? പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? Oh, hell, where is your sting? പാപത്തിന്റെ കട്ട് തകർത്തതിനാൽ സ്തോത്രം. Thank you, Lord, that you have defeated sin. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം Because of my Lord Jesus. കരമുയർത്തി വിളിച്ചു പറഞ്ഞാട്ട്, Lift up your hands and declare കർത്താവായ it. യേശുക്രിസ്തു മുഖാന്തരം Oh, because of my Lord ഞങ്ങൾക്ക് Jesus. ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. I thank the Lord who gives us victory. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരുമിച്ച് പാടി ആരാധിക്കാൻ പോവുകയാണ്. We're going to sing together. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. Oh, our troubles on earth is going to end. പരത്തിലേക്ക് ഉയരുന്ന നാൾ വരുമല്ലോ. Oh, there is coming a day we will go up to വിശുദ്ധന്മാർ heaven. ഉയർക്കും പറന്നുയരും. Oh, the saints of God will rise up and fly നാം യേശുവിന്റെ away. മുഖം കാണും. We will see the face of the Lord കരങ്ങൾ Jesus. അടിച്ച് ആത്മാവിൽ പാടി കർത്താവിനെ സ്തുതിക്കാം. Clap your hands in the spirit and sing. Hallelujah. Hallelujah.